നമസ്കാരം പ്രേക്ഷകരെ, ഒരു തരത്തിലും ഒരു ഹൈപ്പ് ഉണ്ടാക്കാതെ ഒരു മോഹൻലാൽ ചിത്രം ഒരു കൊടുങ്കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ പേര് തുടരും എന്നാണ്, സംവിധായകന്റെ പേര് തരുൺ മൂർത്തി എന്നാണ്, നിർമ്മാതാവിന്റെ പേര് M രഞ്ജിത്ത് എന്നാണ്. ആ സിനിമ ഉണ്ടാക്കുന്ന ഓളം ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്നതിലും ഒക്കെ എത്രയോ അപ്പുറത്തേക്ക് പോയി അല്ലേ. എമ്പുരാൻ പോലൊരു സിനിമ മാർച്ചിൽ 27-ാം തീയതി റിലീസായപ്പോൾ എന്തൊരു ഹൈപ്പായിരുന്നു ആ പടത്തിന്. പക്ഷേ ആ സിനിമ റിലീസായതിനു ശേഷം വേണ്ട രീതിയിലുള്ള അഭിപ്രായങ്ങൾ വന്നില്ല, സമ്മിശ്രമായ അഭിപ്രായങ്ങളൊക്കെ വന്നു. തിയേറ്ററിൽ അത് വലിയ വിജയമൊന്നും ആയില്ല. ലൂസിഫറിന്റെ 7 അയലത്ത് പോലും ബോക്സ് ഓഫീസിലേക്ക് അത് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം. കളക്ഷൻ പ്രകാരമൊക്കെ അങ്ങനെ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോലും ഫുട്ഫോൾസിന്റെ കണക്കുകൾ പ്രകാരം ലൂസിഫറിന്റെ ആ ഒരു അറ്റത്തേക്കൊന്നും എമ്പുരാൻ എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ നിങ്ങൾ തുടരും എടുത്തു നോക്കുകയും തുടരും റിലീസാകുന്നത് ഏപ്രിൽ 25-നാണ്. ഇപ്പോൾ മെയ് മാസം 19-20 എത്തുകയാണ്. ഒരു മാസം കഴിയാറായി. ഒരു സിനിമയ്ക്ക് ഒരാഴ്ചയോളം വിത്ത്സ്റ്റാൻഡ് പോലും ഇല്ലാതെ തിയേറ്ററിൽ കിതയ്ക്കുന്ന ഈ സമയത്താണ് തുടരും വന്ന് ഇത്രയും വലിയ മാസീവ് ഹിറ്റ് അടിക്കുന്നത്. തുടരും വലിയ ഒരുപാട് അല്ലേ, നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് റെക്കോർഡുകൾ തീർത്തുകൊണ്ടാണ് തുടരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മലയാള സിനിമ 2000-ന് ശേഷം തിയേറ്ററിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതിൻ്റെ ലിസ്റ്റിൽ 3-ാം സ്ഥാനത്ത് തുടരുമെത്തി. ആദ്യ 2 സ്ഥാനത്ത് മോഹൻലാൽ ചിത്രം കേട്ടോ, അതാണ് ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ്. മോഹൻലാൽ എന്തുകൊണ്ടാണ് മോളിവുഡിൻ്റെ എല്ലാം എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം അതൊക്കെ കൊണ്ടാണ്. 2000-ൽ റിലീസായ നരസിംഹം, പിന്നെ അത് കഴിഞ്ഞ് 2016 റിലീസായ പുലിമുരുകൻ, 2025-ൽ റിലീസായ തുടരും. ഇതാണ് ആദ്യത്തെ 3 സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മലയാളി പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കണ്ട സിനിമകളുടെ ലിസ്റ്റിൽ നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ബുക്ക് മൈ ഷോ വേറൊരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. ബുക്ക് മൈ ഷോ പുറത്തുവിട്ട കണക്കുകൾ അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്കായിട്ടും കൂടി നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ബുക്കിംഗ് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ടിക്കറ്റ് ബുക്കിംഗ് ആപ്പാണല്ലോ ബുക്ക് മൈ ഷോ. ബാക്കിയുള്ള ആപ്പുകളൊക്കെ ഡിസ്ട്രിക്റ്റ്, ടിക്കറ്റ് ന്യൂ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ബുക്ക് മൈ ഷോയിലൂടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ബുക്ക് മൈ ഷോയുടെ ഒരു കണക്ക് പ്രകാരം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഒരു പുതിയ കണക്ക് പ്രകാരം എന്ന് പറയുന്നത് ബുക്ക് മൈ ഷോ പ്ലാറ്റ്ഫോം വഴി ഏറ്റവും അധികം ടിക്കറ്റുകൾ വിൽക്കപ്പെട്ട മലയാള ചിത്രം എന്ന റെക്കോർഡും കൂടി തുടരും സ്വന്തമാക്കിയിരിക്കുകയാണ്. അതായത് ഇതുവരെ റിലീസായ എല്ലാ മലയാള സിനിമകളെയും ഒക്കെ വെട്ടിക്കൊണ്ട് തുടരും ബുക്ക് മൈ ഷോ ആപ്പിലൂടെ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ മലയാള സിനിമ എന്ന റെക്കോർഡ് നേടിയിരിക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റെക്കോർഡ്. ഈ റെക്കോർഡ് മലയാളത്തിലെ ആദ്യത്തെ 200 കോടി ക്ലബ്ബ് സിനിമയായിരുന്ന മഞ്ഞുമൽ ബോയ്സിൻ്റെ പേരിലായിരുന്നു. ബുക്ക് മൈ ഷോ വഴി ഏകദേശം 43 ലക്ഷം ടിക്കറ്റുകളായിരുന്നു മഞ്ഞുമൽ ബോയ്സ് നേടിയിരുന്നത്. 43 ലക്ഷം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോ വഴി മഞ്ഞുമൽ ബോയ്സ് നേടിയപ്പോൾ നിലവിൽ തുടരും നേടിയിരിക്കുന്നത് 44.20 ലക്ഷം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ വഴി മാത്രം വിറ്റിരിക്കുന്നത്. ഇപ്പോൾ ഇൻഡസ്ട്രി ടോക്കായിട്ട് മാറിയിരിക്കുകയാണല്ലേ തുടരും. നമ്മൾ ദിലീപ് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി റിലീസായി, ഷറഫുദ്ദീൻ ചിത്രമായ പടക്കളം റിലീസായി. ഇതെല്ലാം അത്യാവശ്യം നല്ല അഭിപ്രായമൊക്കെ ഉണ്ട്. പ്രിൻസ് ആൻഡ് ഫാമിലി നല്ല രീതിയിൽ തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, പടക്കളവും അതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നല്ല സിനിമകൾ ഇപ്പോൾ മലയാളത്തിൽ റിലീസാകുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും തുടരുംൻ്റെ ഓഡിയൻസിൻ്റെ ഒന്ന് അളവ് നോക്കിയേ. ദിലീപ് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പ്രൊമോഷൻ സമയത്ത് ദിലീപ് തന്നെ പറഞ്ഞ കാര്യം, മോഹൻലാൽ ചിത്രത്തിന് ഒരു പോസിറ്റിവിറ്റി വന്നാൽ അത് ആളുകൾ ഏറ്റെടുക്കും എന്നുള്ളത് ഒരു സാധാരണ കുടുംബ പ്രേക്ഷകർ തന്നെ വരുമെന്നും പറഞ്ഞിരുന്നു. ഷറഫുദ്ദീനും പറഞ്ഞ അതാണ്. മോഹൻലാൽ ഒരു ഓഡിയൻസ് ഉണ്ട്, ഒരു അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ ഒരു ഓഡിയൻസ് ഉണ്ട്. പോസിറ്റീവായിട്ടൊരു കമൻറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ മക്കളെയും വിളിച്ചുകൊണ്ട് ഉടനെ വാ സിനിമയ്ക്ക് പോവാം എന്ന് പറയുന്നത് ആ ഷറഫുദ്ദീൻ്റെ ക്ലിപ്പിങ്ങും വളരെയധികം വൈറലാണ്. അങ്ങനെ ആ ഇൻഡസ്ട്രിയെ തന്നെ ഷേപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് ഒറ്റ കൊമ്പനായി മോഹൻലാൽ തുടരുമെന്ന ചിത്രത്തിലൂടെ എത്തുമ്പോൾ തരുൺ മൂർത്തി എന്ന സംവിധായകന് മേലുള്ള അഭിനന്ദനങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഇങ്ങനെ ഓരോ റെക്കോർഡുകളും ഓരോ ദിവസവും കഴിയുന്തോറും ഇങ്ങനെ തുടരുമെന്ന ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഹൈപ്പും ഇല്ലാതെ റിലീസിന് മുന്നേ മോഹൻലാൽ ഒരു ഇൻ്റർവ്യൂ പോലും കൊടുക്കാത്ത ഒരു ചിത്രമായിട്ടായിരുന്നു തുടരും വന്നത്. ഒരു പ്രതീക്ഷയില്ല. പക്ഷെ ആ തുടരും എന്ന ചിത്രത്തിൽ FDFS കണ്ട ഒരു പ്രേക്ഷകൻ വായും തുറന്ന് നിന്നിട്ടുണ്ടാവും. ഇതാണോ ഈ സിനിമ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. സോ തുടരും ഒരു വലിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആർക്കാ നേട്ടം? ഇൻഡസ്ട്രിക്ക്, മലയാളം ഇൻഡസ്ട്രിക്ക് ഒരു വലിയ നേട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ നേട്ടത്തിലൂടെ മലയാളം ഇൻഡസ്ട്രി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല താരങ്ങളുടെയും സിനിമകൾ അതിലൂടെ പോവുക. കാരണം അവരെല്ലാവരും വലിയ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. തിയേറ്ററിലേക്ക് ഓഡിയൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തിയേറ്ററിലേക്ക് ചിലപ്പോൾ ആ പ്രേക്ഷകർ വന്നാലോ എന്നുള്ള പ്രതീക്ഷ കൊടുക്കുകയാണ് മറ്റ് പല സിനിമ നിർമ്മാതാക്കൾക്കും താരങ്ങൾക്കും ഒക്കെ തന്നെ ഈ ഒരു ചിത്രം. അതുകൊണ്ട് തന്നെ തുടരും വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഏകദേശം ഒരു മാസം പിന്നിടാറായി. അതിൻ്റെ റിലീസ് എത്തിയിട്ട് 25 ദിവസങ്ങൾ പിന്നിടുന്നു. എന്നിട്ടും തിയേറ്ററിൽ വലിയ ഒഴുക്കാണ്.
തിയേറ്ററിൽ ഇപ്പോഴും നമ്മൾ എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ ഞായറാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ തന്നെ ടിക്കറ്റ് ബുക്കിങ്ങുകളിലൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുകയാണ് തുടരും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബുക്കിംഗ് സ്റ്റാറ്റസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരുപാട് സംസാരിക്കപ്പെടേണ്ടതും കൂടിയാണ്. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമായിട്ടും കൂടി നമ്മൾ സംസാരിക്കേണ്ടത്. സോ അതുകൊണ്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തുടരും മുന്നോട്ട് പോകേണ്ടത് ഒരു ഇൻഡസ്ട്രിയുടെ ആവശ്യവും കൂടിയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ നിർമ്മാതാക്കൾ അവരുടെ കണക്കുകളും കൂടി പുറത്തുവിടും. ആ ഒരു ഘട്ടത്തിലും കൂടി എങ്ങനെയാണ് തിയേറ്ററിൽ എത്രമാത്രം തിയേറ്റർ ഷെയർ വഴി തുടരും നേടിയതെന്നുള്ള കൃത്യമായ കണക്കുകളെല്ലാം കൂടി ലഭിക്കുമ്പോഴൊക്കെ തന്നെ സാധാരണയായി ബുക്കിംഗ് ആപ്പുകളിലൊക്കെ കാണുമ്പോൾ പോലും അതൊക്കെ കൃത്യമായ കണക്കുകളാണ്, അതിനകത്ത് ഫേക്കായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിനകത്ത് എത്രയാണ് കണക്കുകൾ, അല്ലെങ്കിൽ ബുക്ക് മൈ ഷോ വഴി ഇത്രയധികം ടിക്കറ്റുകൾ നേടുന്ന ഏറ്റവും ഒരു മലയാള സിനിമ എന്ന റെക്കോർഡും കൂടി നേടിയെടുക്കുമ്പോഴും സ്വാഭാവികമായും ഒരു ഇൻഡസ്ട്രി റെക്കോർഡാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടരും വലിയൊരു വിജയമായിട്ട് തന്നെ മുന്നോട്ട് പോകുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇനി എങ്ങനെയൊക്കെയാണ് തുടരും ഇനിയും കാണാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നിങ്ങൾ ശ്രമിക്കുക.